അതേ നമ്മൾ ഗോളം എന്നുള്ള സിനിമ കാണാൻ വേണ്ടി തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാം. സ്ക്രീൻ 4 തന്നെയാണ്. ഇതിന് മുന്നുള്ള പടം അവിടെ തന്നെയായിരുന്നു. ഗോളം സിനിമ കണ്ട് വീട്ടിലെത്തി. നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിലെ ഗോളം അല്ല, മറ്റേ പ്രഷ്യസ് അതല്ല, ഇത് സ്പിയർ, മലയാളം വാക്കായ ഗോളം. അതാണ് സംഭവം. അതെന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, കണ്ട് തീർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗോളം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അതിഗംഭീര സിനിമ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ്. സസ്പെൻസ് ത്രില്ലറാണ്, ട്വിസ്റ്റ് ഉണ്ട്, കുറ്റാന്വേഷണ സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകളിലെ ഒരു ജോണറാണ് ഈ പറയുന്ന സസ്പെൻസ് ത്രില്ലേഴ്സ്. അത് ഹൊററും കൂടി വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഹൊറർ ഇല്ല, പക്ഷേ സസ്പെൻസ് ത്രില്ലറാണ്. അതും ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലറാണ്. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പടം വർക്കായി. പക്ഷേ എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു കാര്യം, പണ്ട് ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ബാങ്കിങ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. തിയേറ്ററിൽ വലിയ കാര്യമായിട്ട് ചലനം സൃഷ്ടിച്ച ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പടത്തിൻ്റെ കോണ്ടൻറ്റ് അടിപൊളിയായിരുന്നു, കഥ നല്ലതായിരുന്നു, സ്ക്രിപ്റ്റൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് കുറച്ചും കൂടി ബാങ്കബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി സ്റ്റാർഡ് ഉള്ള ആക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ആ സിനിമ കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ആയാനേ, നല്ലപോലെ ഓടിയാനേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയാണ് എനിക്ക് ഇതിലും തോന്നിയത്. ഈ സിനിമയിൽ സിദ്ദിഖൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പെർഫെക്ഷനിസ്റ്റാണ്, കിട്ടിയില്ലായിട്ട് അഭിനയിക്കും. മോശമായിട്ട് അഭിനയിച്ച് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത്ര ഗംഭീരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഫുൾ ഓഫീസിൽ നടക്കുന്ന ഒരു ഓഫീസിൽ നടക്കുന്ന കൊലപാതകമാണ്, ഒരു IT ഓഫീസിൽ. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ആ ഓഫീസിലുള്ള ഒരു 10-16 പേരുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്നൊക്കെ ആയിട്ട് മറ്റേ ഹൗസ് ഓഫ് AOSലേക്കുള്ള ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ കുറേ പേരെ അവിടെ ഇവിടെയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടേക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്കൊന്ന് ആ കുട്ടിയുടെ പേര് എന്തായിരുന്നു, കുട്ടിയുടെ പേര് അത് ഞാൻ മറന്നു, ശീതളനായിരുന്നു തോന്നുന്നുണ്ട്. വേറെയും 2 പെൺകുട്ടികളെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രഞ്ജിത്ത് ശങ്കർ മച്ചാനുണ്ട്, നമ്മുടെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന മച്ചാൻ്റെ അഭിനയം വളരെ കൺവിൻസിങ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. മച്ചാൻ വേറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ പുള്ളിയുടെ റോള് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ തുറന്നു പറയുന്നു. പക്ഷേ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീരെ ഇഷ്ടപ്പെടാഞ്ഞ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ നായകൻ്റെയാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഈ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടൻ്റെ തന്നെ പേരൻസ് ആണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് സ്വന്തം മകനെ ഹീറോ ആക്കി ഒരു സിനിമ എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഒരു ആഗ്രഹപ്പുറത്താണ് ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ആ വികാരം മാനിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി ബാങ്കബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു സ്റ്റാർഡമുള്ള, കുറച്ചുകൂടി നന്നായിട്ട് ഇതിനേക്കാളൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു നടനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ഒരുപാട് വലിയ ബ്രോഡർ ഓഡിയൻസിലേക്ക് എത്തിയാനേ എന്നൊക്കെ എനിക്ക് ഒരു ഫീലിംഗ് എനിക്ക് അനുഭവപ്പെട്ടു. അതെൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ ഇതിലെ എല്ലാ സംഭവങ്ങളും സൂപ്പറായിരുന്നു. സ്ക്രിപ്റ്റ് അല്ലായിരുന്നു, ക്യാമറ വർക്ക് അല്ലായിരുന്നു, മ്യൂസിക് അല്ലായിരുന്നു, ഈവൻ വിഷ്ണു ഗോവിന്ദൊക്കെയാണ് സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അലൻസിയർ ഏട്ടൻ അഭിനയിക്കുന്നുണ്ട്, സണ്ണി വെയിനുണ്ട് ഗസ്റ്റ് റോളായിട്ട്. ഇവരൊക്കെ പോസ്റ്ററുകളാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരുപാട് നീണ്ട നിറയെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ മെയിൻ നടൻ കുറച്ചുകൂടി ആൾ മോശമായിട്ട് അഭിനയിച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആളിൽ ഇപ്പോൾ എനിക്കൊന്ന് 1-2 സിനിമകൾ ആകെ അഭിനയിച്ചിട്ടുള്ളൂ. ഇതിന് മുന്നേ അഭിനയിച്ച് കണ്ടേക്കണം മൈക്ക് എന്നുള്ള സിനിമ. അതിനകത്ത് അനശ്വരയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ജോൺ അബ്രഹാം ആയിരുന്നു ആ സിനിമയുടെ പ്രൊഡ്യൂസർ. ഇവരും കോ പ്രൊഡ്യൂസ് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ നടൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ആ എക്സ്പീരിയൻസ് ഇല്ലായ്മയുടെ ആയിരിക്കാം. ഈവൻ ആക്ടിങ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ മോശമായിട്ട് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കുറേയൊക്കെ നന്നാക്കാമായിരുന്നു, കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്രസീവ് ആവാമായിരുന്നു, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് കൈകാര്യം പുള്ളി ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് കമ്മീഷണർ ടൈപ്പ് കഥാപാത്രമാണ്. കമ്മീഷണറായിരുന്ന റാങ്കിങ് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ ആ ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ മൂടി പോയിക്കൊണ്ട് നമ്മൾ പോലീസിൻ്റെ അങ്ങേരുടെ റാങ്കിങ് എന്താണ്, നായകൻ്റെ റാങ്കിങ് എന്താണെന്നൊന്നും ഞാൻ ബോധർ ചെയ്യാൻ നിന്നില്ല. അത് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല, ആ ഒരു റാങ്കിങ് എന്താണെന്നുള്ളത്. എന്തായാലും ആ ഒരു ഹയർ പോലീസ് ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ ആൾ കുറച്ച് ഏറൊക്കെ പിടിച്ച് നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇതിനകത്താണെങ്കിൽ മൈക്കിൽ നിന്ന് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. മൈക്കിൽ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി വേറെ ലുക്കായിരുന്നു. ഇതിനകത്ത് ഭയങ്കര പറ്റയൊക്കെ മുടി വെട്ടി മീശയൊക്കെ പിരിച്ച് അങ്ങനത്തെ ഒരു നമ്മുടെ അന്വേഷിപ്പം കണ്ടെത്തലിൻ്റെ ടോവിയുടെ ലുക്കില്ല അതുപോലത്തെ ടൈപ്പ് ഒരു ലുക്കിലായിരുന്നു. പിന്നെ നല്ല ബോഡിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ബോഡി, നല്ല വി ഷേപ്പ് ഹൃത്തിക് റോഷൻ ലെവൽ ബോഡിയാണ്. ആദ്യകാല ഹൃത്തിക് റോഷൻ്റെ ബോഡി ഉണ്ടായിരുന്നു വി ഷേപ്പ് ആ രീതിയിൽ. ഇപ്പോഴും വി തന്നെ, ഇപ്പോൾ കുറച്ചുകൂടി ഭയങ്കര സൈസായി ഹൃത്തിക് റോഷൻ. ഇത് ആ ഒരു തുടക്ക കാലഘട്ട ഹൃത്തിക് റോഷൻ്റെ ടൈപ്പ് അന്യായ ഫിറ്റായിട്ടുള്ള ബോഡിയൊക്കെയാണ്. അതൊക്കെ കൺവിൻസിങ് ആണ്. ഒരു പോലീസ് ഓഫീസർ, ഒരു ഹയർ ഒഫീഷ്യൽ പോലീസ് ഓഫീസർ വരുമ്പോഴേക്കും അതൊക്കെ ഗെത്തായിരുന്നു, സംഭവമൊക്കെ അല്ലായിരുന്നു. പക്ഷേ എക്സ്പ്രസീവ്നെസ്സിൻ്റെ കാര്യത്തിൽ എക്സ്പ്രഷൻ കാര്യങ്ങളും മറ്റു മാസമൊക്കെ എനിക്കൊന്ന് തുടക്കക്കാരൻ എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ എവിടെയൊക്കെ എനിക്ക് ഈ ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി എന്താ സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അത്രേ ഉള്ളൂ. ആ ഒരൊറ്റൊരു കാര്യം മാത്രമേ എനിക്ക് ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പിന്നെ ടുവേർഡ്സ് എൻഡ് ഒരു സീക്വലിനുള്ള വഴി വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാ സിനിമകൾക്കും സീക്വൽ വഴി വെട്ടി ഇടുന്നുണ്ട്. അത് മേക്കേഴ്സിൻ്റെ ഡിസിഷനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ഈ സിനിമ തീർക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉളവാക്കി. അത് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു സംഭവം ഒഴികെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞ നേരത്തെ ചില സിനിമകളുണ്ട്, ചെറിയ പടങ്ങളായിരിക്കും പക്ഷേ നല്ല രസമുള്ള സ്ക്രിപ്റ്റുകളായിരിക്കും. എനിക്ക് കോഹിനൂർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് പിന്നെ കുറ്റാന്വേഷണമൊന്നുമല്ല, ഒരു കളവ് പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ ഇതിനും കൂടുതൽ അതിന് കിട്ടിയ അർഹതയേക്കാൾ കൂടുതൽ അംഗീകാരവും കിട്ടണമായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്തൊരു സിനിമയാണ്. അതൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു പ്യുവർലി ഒരു കൊലപാതകം ആൻഡ് കുറ്റാന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, വാച്ചബിൾ ആയിരുന്നു. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ നടൻ കുറച്ചും കൂടി ബാങ്കബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നെങ്കിൽ ഒരുപാട് ക്രൗഡ് ഇനിയും പുള്ള് ചെയ്യാൻ പറ്റിയാനെ എന്നുള്ളതാണ്. കാരണം സ്ക്രിപ്റ്റൊക്കെ സൂപ്പറായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ പക്ഷേ പ്രൊഡ്യൂസേഴ്സിൻ്റെ മകനാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതവരുടെ ഇഷ്ടമാണ്, മകനെ അത് തന്നെ ലീഡ് ആക്ടറായിട്ട് അഭിനയിപ്പിക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ സിനിമ ഒരുപാട് പേര് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇങ്ങനത്തെ സിനിമ, അതായത് ത്രില്ലർ ജോണറിൽ പെട്ടുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് മൂവി കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഓൾറെഡി പടം കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരുപാട് പേര് ഈ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓഫീസിനകത്തുള്ള ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു പ്രധാന റോളും ഉണ്ട് ഇതിനകത്ത്. അത് ഭയങ്കര സ്പോയിലറായി പോകും. എന്താണ് ഏതാണെന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരൊക്കെ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട് അതിനകത്ത് ഓരോരുത്തർ ചെയ്ത മൈന്യൂട്ട് കാര്യങ്ങൾ. പക്ഷേ കട്ട സ്പോയിലറായി പോകും. കാരണം സൂപ്പർ സസ്പെൻസ് ഉണ്ട് പടത്തിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സസ്പെൻസ് തന്നെയാണ്. അപ്പോൾ ആ സസ്പെൻസ് എനിക്ക് നശിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും ഈ ഗോളം എന്നുള്ള പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വന്നത് തീർച്ചയായിട്ടും ആൻഡി സർക്കീസ് ചെയ്തു വച്ചിരിക്കുന്ന വേറെ ലെവൽ കഥാപാത്രം ലോർഡ് ഓഫ് ദി റിങ്സ് ആൻഡ് ഹോബിറ്റിലുള്ള ഗോളത്തിനെ തന്നെയാണ്. കാരണം വോയിസ് ആക്ടർ, അല്ലെങ്കിൽ വോയിസ് ആക്ടിങ് എന്നല്ല പറയേണ്ടത്, അതായത് നമ്മുടെ സെൻസറൊക്കെ വെച്ചിട്ട് മറ്റേ ആക്റ്റീവില്ല അവതാറിൽ അതിലെ രാജാവ് എന്ന് വേണേൽ പുള്ളീനെ വിളിക്കാം. പുള്ളി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിലെ സീസറൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നടനാണ്. ജംഗിൾ ബുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്ത നടനാണ്. മൗഗ്ലി ജംഗിൾ ബുക്ക് ചെയ്തത് നമ്മുടെ ജോൺ ഫാറോ ആണ്. ഇത് മച്ചാനാണ് ഇത് ചെയ്തത്, മൗഗ്ലി എന്നുള്ള സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തത്. ഒരു ഗംഭീര നടനാണ്. അപ്പോൾ ഈ വേളയിൽ ഈ പേര് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആൻഡി സർക്കീസ് എന്നുള്ള മഹാനടനാണ്. എന്തായാലും ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു, അതിഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല എന്നേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം മാത്രം, തികച്ചും എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര കിടിലം പടമായിട്ട് ഫീൽ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വ്യത്യസ്തമായ അഭിപ്രായം തോന്നിയേക്കാം. അപ്പോൾ കമൻറ്റ് ചെയ്യുക, മാന്യതയോടെ കമൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാതെ ആരിലും ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക, തെറി പറയാതിരിക്കുക, അത്ര പറയാനുള്ളൂ. പറഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ല പറയും, അത്രേ ഉള്ളൂ. എന്തായാലും വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തത്തിൽ ഒരുപാട് സിനിമകളുണ്ട്. രാവിലെ തന്നെ 7 മണിക്കത്തെ ഷോ ഇന്ത്യൻ റിലീസ് പോയി കണ്ടിരുന്നു. അതിനുശേഷം ലിറ്റിൽ ഹാർട്ട്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഷെയ്നും മഹിമയൊക്കെ ആയിട്ടുള്ളത്. ബാബുരാജ് ചേട്ടൻ അതിനകത്ത് പൊളിയാണ്. ഇതിനെപ്പറ്റിയുള്ള ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിൻ കമൻറ്റും
അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എല്ലാ ലിങ്ക്സും ഇട്ടേക്കെ എല്ലാ സിനിമകളിലും കണ്ട് അഭിപ്രായം പറഞ്ഞതിൻ്റെ എടുത്ത് നോക്കുക, കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അത്രേ ഉള്ളൂ. ബൈ ബൈ. പിന്നെ ഗജിനി റിലീസ് പറ്റിയാൽ ഇന്ന് ഷോ കിട്ടിയാൽ ടിക്കറ്റ് ഇട്ട് അഞ്ചിട്ട് പാടാനിപ്പോൾ കിട്ടിയാൽ ഞാൻ പോയി കാണാം, അല്ലെങ്കിൽ നാളെ വല്ലതും പോയി കാണാം. എന്തായാലും കാണും. ബൈ ബൈ.